ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അവരുടെ താരിഖുൽ ഇസ്ലാമിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ് പാഠഭാഗം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ പാഠത്തെക്കുറിച്ചിട്ട് ഉൾപ്പെടുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു നോട്ടാണ്, എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഞാനിത് വായിക്കുന്നത് നിങ്ങൾക്ക് ഇത് ചെറിയ എഴുത്താണ്, അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല. അപ്പം നിങ്ങളെ പാഠഭാഗം തുറന്ന് വെച്ചിട്ട് എൻ്റെ വോയിസ് കേൾക്കുക, എന്നിട്ട് പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി മനസ്സിലാക്കുക. അപ്പോൾ 9ാമത്തെ പാഠം മുതലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഹാദിയം മഹദിയം, സന്മാർഗികളും സന്മാർഗത്തിലാകുന്നവരും. അപ്പം എന്താണ് അതിൽ പറയുന്നത്? അഞ്ചാം ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്തു ഹസൻ റളിയല്ലാഹു അൻഹുവിനെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉടലെടുത്ത അനൈക്യം അവസാനിച്ചു. ജനങ്ങളെല്ലാം ഒരു ഇമാമിൻ്റെ കീഴിലായി. ഐക്യവർഷം ആമുൽ ജമാ, ഹിജ്റ 41 ഐക്യവർഷം, അതായത് ആമുൽ ജമാ എന്നറിയപ്പെട്ടു 41 മുതൽ. അപ്പോൾ മനസ്സിലാക്കുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉടലെടുത്ത ഐക്യം അവസാനിച്ചു. അതിനുശേഷം ആമുൽ ജമാ എന്നാണ് അറിയപ്പെട്ടത്. മനസ്സിലാക്കുക. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധ സംഘർഷത്തലവൻ, ഗവർണർ തുടങ്ങി സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധസംഘത്തലവൻ, ഗവർണർ തുടങ്ങി സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. മനസ്സിലാക്കുക. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായി. അതിനാൽ ഈ ഭരണകൂടം ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. മനസ്സിലാക്കുക, ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്തായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായി. അതിനാലാണ് ഈ ഭരണകൂടം ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഹിജ്റ 41 മുതൽ 132 വരെയായിരുന്നു ഖിലാഫത്തുൽ ഉമവിയ്യ. 41 മുതൽ 132 വരെ. മനസ്സിലാക്കുക. ഭരണം നടത്തിയത് 14 പേരാണ്. ഭരണം നടത്തിയത് 14 പേര്. ശക്തനായ ഭരണാധികാരിയായിരുന്നു അബുൽ മാലിക് ഇബ്നു മർവാൻ. മനസ്സിലാക്കുക. ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരി 5ാം ഖലീഫയായും 2ാം ഉമറായും അറിയപ്പെട്ടു. ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരി 5ാം ഖലീഫയായും 2ാം ഉമറായും അറിയപ്പെട്ടു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. 2ാം ഉമറായി അറിയപ്പെട്ടതാര്? അങ്ങനെ ഒരു ചോദ്യം വരാം. 5ാം ഖലീഫയായി അറിയപ്പെട്ടതാര്? അതും വരാം. പിന്നെന്താണ്? ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരിയായിരുന്നു ആര്? മനസ്സിലാക്കുക, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമവിയ്യ ഭരണത്തിനിടയിൽ അല്പകാലം ഭരിച്ച വ്യക്തി അബ്ദുല്ലാഹിബ്നു സുബൈർ. കുറച്ചു കാലം ഭരിച്ചതാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. മനസ്സിലാക്കുക. രാജ്യത്തിന് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉമവിയ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അത് പാഠഭാഗത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട്. 10 പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പം ഞാനിവിടെ ഒറ്റ നോട്ടത്തിലൊന്ന് വായിക്കാം. അറബി ഭാഷയ്ക്ക് വൻ പ്രചാരം ലഭിച്ചു. കവിത, പ്രസംഗം, രചന തുടങ്ങിയ അറബി സാഹിത്യശാഖകൾക്ക് പുരോഗതി പ്രാപിച്ചു. ഖുർആന്, തഫ്സീർ, ഹദീസ്, വ്യാകരണങ്ങൾ തുടങ്ങി വൈജ്ഞാനിക ശാഖകൾ രൂപപ്പെട്ടു. അറബി ലിപിക്ക് പുള്ളി, ഹർക്കത്ത് മുതലായവ നടപ്പിലാക്കിയതോ അത് വ്യവസ്ഥാപിതമാവുകയും ചെയ്തു. അതൊക്കെ തിരിച്ച് ചോദ്യം വരും. എന്ത്? അറബി ലിപിക്ക് പുള്ളി, ഹർക്കത്ത് മുതലായവ നടപ്പിലാക്കുകയും അത് വ്യവസ്ഥാപിതമായ കാലം ഏതായിരുന്നു? ഉമവിയ്യ ഖിലാഫത്തിൻ്റെ കാലത്താണ്. മനസ്സിലാക്കുക. അപ്പം അതുപോലെ അറബി ഭാഷയ്ക്ക് പ്രചാരം ലഭിച്ച കാലം. അപ്പം അതൊക്കെ ചോദ്യമായിട്ട് തിരിച്ചു വരും. അപ്പം ആ രീതിയിൽ നിങ്ങൾ പാഠഭാഗത്തിൽ നോക്കിയിട്ട് പറഞ്ഞ് പഠിക്കുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ൻ്റെ കാലത്ത് ആഭ്യന്തര കലാപങ്ങളൊക്കെ അവസാനിച്ചു. രാജ്യത്ത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നെന്താണ്?
ഖൈറുവാൻ പോലുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിതമാവുകയും നേരത്തെയുള്ളവ വികസിക്കുകയും ചെയ്തു. രാജ്യം കൂടുതൽ വിസ്തൃതമായി. ജനങ്ങൾ കൂടുതലായി ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു. കൃഷി, വ്യവസായം, കൈത്തൊഴിൽ തുടങ്ങിയവ അഭിവൃദ്ധിപ്പെട്ടു. വിജ്ഞാനവും ചരിത്രരചനയും ആരംഭിക്കുകയും വൈജ്ഞാനിക മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കുക. എളുപ്പമുള്ള ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് 9ാമത്തെ പാഠത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. നമുക്ക് അടുത്ത 10ാമത്തെ പാഠം നോക്കാം. എന്താണ്? യുഇസ്സുല്ലാഹു ബിഹുമുദ്ദീൻ. അവരെ കൊണ്ട് അള്ളാഹു ദീനിനെ പ്രതാപത്തിലാക്കും എന്നർത്ഥം വരുന്ന പാഠാണ്. അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം നടത്തിയിരുന്നു. അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം നടത്തിയിരുന്നു. ഏത് ഭരണത്തെക്കുറിച്ചായിരുന്നു? അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ചിട്ടായിരുന്നു. യുഇസ്സുല്ലാഹു ബിഹുമുദ്ദീനു. അവരെ കൊണ്ട് അള്ളാഹു ദീനിനെ പ്രതാപത്തിലാക്കും. ഉമവിയ ഖിലാഫത്ത് അവസാനിച്ചു മർവാനുസാനി വധിക്കപ്പെട്ടതോടെ ഉമവിയ ഖിലാഫത്ത് അവസാനിച്ചു. ഉമവിയ ഖിലാഫത്ത് അവസാനിച്ചതെപ്പോൾ? മർവാനുസാനി വധിക്കപ്പെട്ടതോടെ. അബ്ബാസിയ ഖിലാഫത്ത് ഹിജ്റ 132 മുതൽ 923 വരെ. 132 മുതൽ 923 വരെയാണ്. ആദ്യത്തെ 115 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസിയ ഖലീഫമാർക്ക് നാമമാത്ര ഭരണം. ആദ്യത്തെ 115 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസിയ ഖലീഫമാർക്ക് നാമമാത്ര ഭരണം. അവസാനത്തെ 66 വർഷം സ്വതന്ത്രമായി ഭരണം നടത്തി. അബ്ബാസി ഖലീഫമാർക്ക് നാമമാത്ര ഭരണം ഉണ്ടായിരുന്നത് എപ്പോൾ? ആദ്യത്തെ 115 വർഷങ്ങൾക്ക് ശേഷം. സ്വതന്ത്രമായ ഭരണം നടത്തി അവസാനത്തെ 66 വർഷം. മനസ്സിലാക്കാം. ആദ്യത്തെ അബ്ബാസി ഖലീഫ അബുൽ അബ്ബാസു സഫാഹു. ആദ്യത്തെ അബ്ബാസി ഖലീഫ അബുൽ അബ്ബാസു സഫാഹു. അവസാനത്തെ ഖലീഫ അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലാഹി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അബ്ബാസിയ ഭരണകാലത്തെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കാം. അബ്ബാസി ഭരണകാലത്തെ വൻ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ? മതവിജ്ഞാനങ്ങള്, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിൽ വൻ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അബ്ബാസിയ ഭരണകാലത്ത് പുരോഗതി ഉണ്ടായി എന്തിലെല്ലാം? ചോദ്യം വന്നാൽ എഴുതണം. മതവിജ്ഞാനങ്ങള്, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിൽ വൻ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെന്താണ് പറയുന്നത്? അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗം. അബ്ബാസി യുഗം വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും യുഗം. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അബ്ബാസി യുഗത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ഏതൊക്കെ? ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി എന്നീ മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടു. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായിട്ടുണ്ട്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകൃതമായിട്ടുണ്ട്. പിന്നെന്താണ്? ചരിത്ര ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്ര ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വൈദ്യം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങി വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അറബി സാഹിത്യം വികസിതമായി അബ്ബാസിയ ഭരണകാലത്ത്. മനസ്സിലാക്കുക. പിന്നെന്താണ്? ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായി. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അൽ അസ്ഹർ. മനസ്സിലാക്കി പഠിക്കുക, എഴുതാൻ വരാറുണ്ട്.
ഈ പറഞ്ഞതെല്ലാം അബ്ബാസിയ ഭരണകാലത്തുണ്ടായതാണ്. അപ്പോൾ അബ്ബാസിയ ഭരണകാലത്തെ പുരോഗതിയെക്കുറിച്ച് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ 5 പോയിന്റുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. പിന്നെന്താണ്? ബാഗ്ദാദിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 1000-ലധികം മദ്രസകൾ, 30 ദാറുൽ ഉലൂമുകൾ, 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അബ്ബാസിയ കാലത്ത് സ്ഥാനം ലഭിച്ച ആളുകൾ, പണ്ഡിതന്മാര്, ശാസ്ത്ര പ്രതിഭകൾ, അതൊക്കെ അവിടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അബ്ബാസിയ കാലത്ത് ജീവിച്ച മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളും ഒക്കെ പാഠഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ വിജ്ഞാനശാഖ ഏത് വിഷയത്തിലായിരുന്നു എന്നതിനൊക്കെ കുറിച്ചിട്ടൊക്കെ പാഠത്ത് പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കാൻ. മാച്ച് ചെയ്യാൻ വരും. അത് മഹാത്മാരെ പേര് വരും, എന്നിട്ട് വിജ്ഞാനശാഖയിലേക്ക് മാച്ച് ചെയ്യാൻ വരും. പിന്നെ പേര് തരും, അവരെ ഗ്രന്ഥത്തിലേക്ക് മാച്ച് ചെയ്യാൻ വരും. മനസ്സിലാക്കുക. അപ്പം അത് പാഠത്ത് നോക്കിയിട്ട് നന്നായി പഠിക്കുക. നമ്മളിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അവിടെ കുറേ വരുന്നുണ്ട്. കെമിസ്ട്രി, ബയോളജി, ഡിക്ഷണറി, ഗ്രാമർ, അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കുക. മാച്ച് ചെയ്യാൻ വരാം. നമ്മൾ പാഠത്തിൻ്റെ തദ്രിപാത്തിൽ തന്നെ വന്നിട്ടുണ്ട് മോഡലായിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത 11ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ലക്കൽ ബിഷാറ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത എന്ന പാഠഭാഗം. ലക്കൽ ബിഷാറ എന്താണ്? നിങ്ങൾക്ക് സന്തോഷ വാർത്ത. ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ 9ാമത്തെ പാഠത്തിൽ ഉമവിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട്, 10ാമത്തേൽ അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട്, ഇവിടെ ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചിട്ടാണ്. അപ്പം 3 പാഠവും നന്നായി മനസ്സിലാക്കുക. ഉസ്മാനുൽ ഖാസി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്തായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം? എന്തായിരുന്നു? ഷെയ്ഖ് ഖർമാനിയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. അത് തൻ്റെ മടിയിൽ വന്നെത്തി. അനന്തരം തൻ്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് ഒരു മരം മുളച്ചു. അത് ചക്രവാളം മുഴുവൻ വ്യാപിച്ചു. ഇതായിരുന്നു ഖാസി കണ്ട സ്വപ്നം. ഉസ്മാനുൽ ഖാസി കണ്ട സ്വപ്നം മനസ്സിലാക്കുക. സ്വപ്ന വിവരം കേട്ട ഷെയ്ഖ് കർമാനി പറഞ്ഞു. എന്താ പറഞ്ഞത്? ലക്കൽ ബിഷാറത്തു ബി മൻസിബി സുൽത്താന. ലക്കൽ ബിഷാറു ബി മൻസിബി സുൽത്താന. കർമാനി ഉസ്മാൻ ഖാസിയോട് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം മകളെ ഖാസിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഉസ്മാനുൽ ഖാസിയാണ് ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചത്. മനസ്സിലാക്കുക. ഉസ്മാനുൽ ഖാസി ഖിലാഫത്തുൽ ഉസ്മാനി സ്ഥാപിച്ചത് മനസ്സിലാക്കുക. പിന്നെന്താണ്? മംഗോളിയൻ ഭരണം. മംഗോളിയൻ ഭരണത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ചെങ്കിസ് ഖാന്റെ പൗത്രൻ ഹുലാക്കു ഖാന്. ചെങ്കിസ് ഖാൻ പൗത്രൻ ഹുലാക്കു ഖാന്. ഇസ്ലാമിക ലോകത്തെ നഗരങ്ങളാകെ തകർക്കപ്പെട്ടു. ഇസ്ലാമിക ലോകത്തെ നഗരങ്ങളാകെ തകർക്കപ്പെട്ടു. അബ്ബാസി ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ബാഗ്ദാദും അവർ തകർത്തു. പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു മംഗോളിയർ. പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു മംഗോളിയർ. ഇസ്ലാമിക നാഗരികതയുടെ അഭിമാനമായിരുന്ന മദ്രസകളും മസ്ജിദുകളും ആശുപത്രികളും ലൈബ്രറികളും അവർ നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തി. മംഗോളിയൻ ഭരണത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കി. ഇത്രയും ഭാഗം പഠിക്കുക. മനസ്സിലാക്കി എഴുതാൻ വരുന്നാലേ എഴുതാൻ കഴിയണം. മനസ്സിലാക്കാം. അടുത്ത ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? അബ്ബാസിയ ഖിലാഫത്ത് ഹിജ്റ 656 ബാഗ്ദാദിൽ അവസാനിച്ചെങ്കിലും ഈജിപ്തിൽ നിലനിന്നു. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, നമ്മൾ പാഠഭാഗം വായിച്ചു വിടുമ്പം ഇവിടെ 656 എന്നുള്ളത്
അറബിയിലാണല്ലോ, അപ്പോൾ 2ഉം 6ഉം മാറിപ്പോയിട്ടുണ്ട്. 652 എന്ന് ഞാൻ വായിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എക്സാമിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ മാറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ പാഠഭാഗം നോക്കുന്നവർ അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഹിജ്റ 656 ബാഗ്ദാദിൽ അവസാനിച്ചു അബ്ബാസിയ ഖിലാഫത്ത്. പിന്നെ ഈജിപ്തിലാണ് നിലനിന്നത്. ഹിജ്റ 920 ഹിജ്റ 923 ഭരണം നിലവിൽ വന്നു. അബ്ബാസിയ ഖിലാഫത്ത് അവസാനിച്ചു. 923 ഉസ്മാനിയ ഖിലാഫത്ത് നിലവിൽ വന്നു. അബ്ബാസി ഖലീഫ മുത്തവക്കിൽ മൂന്നാമൻ അധികാരം വിട്ടുകൊടുത്തതോടെ അബ്ബാസി ഖലീഫ മുത്തവക്കിൽ മൂന്നാമൻ അധികാരം വിട്ടുകൊടുത്തതോടെ 923 ഉസ്മാനിയ ഖിലാഫത്ത് ഭരണം നിലവിൽ വന്നു. തുർക്കിയാണ് കേന്ദ്രം. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കേന്ദ്രം തുർക്കിയാണ്. 37 സുൽത്താൻമാർ ഭരണം നടത്തി. 37 സുൽത്താൻമാർ ഭരണം നടത്തിയിട്ടുണ്ട് ഉസ്മാനിയ ഖിലാഫത്തിൽ. ഹിജ്റ 1342 ഭരണം അവസാനിച്ചു. ഹിജ്റ 1342 ഭരണം അവസാനിച്ചു. ഇസ്തംബൂൾ ആയിരുന്നു അവരുടെ തലസ്ഥാനം. ഇസ്തംബൂൾ ആയിരുന്നു അവരുടെ തലസ്ഥാനം. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തലസ്ഥാനം ഇസ്തംബൂൾ. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. തുടർന്നുള്ള സംഭവങ്ങൾ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കാനിടയാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോയിന്റാക്കി മനസ്സിലാക്കി പഠിക്കുക. ഉസ്മാനിയ ഖിലാഫത്തിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ വന്നാൽ എഴുതാം. പിന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഖിലാഫത്ത് റാഷിദക്ക് ശേഷം മെച്ചപ്പെട്ട ഭരണം. ഖിലാഫത്ത് റാഷിദക്ക് ശേഷം മെച്ചപ്പെട്ട ഭരണമായിരുന്നു ഉസ്മാനികളുടേത്. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും വൻ വിജയം നേടി. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും വൻ വിജയം നേടി. സാംസ്കാരികവും വൈജ്ഞാനികവും നാഗരികവുമായി മുസ്ലിം ലോകത്ത് വൻ പുരോഗതി കൈവന്നു ഉസ്മാനിയ ഭരണകാലത്ത്. സാംസ്കാരികവും വൈജ്ഞാനികവും നാഗരികവുമായ മുസ്ലിം ലോകത്ത് വൻ പുരോഗതി കൈവന്നു. ആരുടെ കാലത്ത്? ആരുടെ ഭരണകാലത്ത്? ഉസ്മാനിയ ഭരണകാലത്ത്. മനസ്സിലാക്കുക. അറബി ഭാഷയും സാഹിത്യവും ശക്തി പ്രാപിച്ചു. അറബി ഭാഷയും സാഹിത്യവും ശക്തി പ്രാപിച്ചു. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പ്രസിദ്ധമായ രചനകൾ നടന്നു. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പ്രസിദ്ധമായ രചനകൾ നടന്നു ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ. ഉസ്മാനിയ ഭരണകാലത്ത് ചില ഗ്രന്ഥകർത്താക്കളും ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. നന്നായി പഠിക്കുക. ശിഹാബുദ്ദീൻ ഹഫാജി ഹാഷിയ തഫ്സീറുൽ ബൈലാവി. തഫ്സീറുൽ ബൈലാവിയുടെ ഹാഷിയ രചിച്ച ശിഹാബുദ്ദീൻ ഹഫാജി. മനസ്സിലാക്കി പഠിക്കുക. തഫ്സീറുൽ ബൈലാവിയുടെ ഹാഷിയ രചിച്ചത് ആര്? ടിക്ക് ദ കറക്റ്റ് ആൻസറും മാച്ച് ചെയ്യാനൊക്കെ വരും. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പേര് എഴുതാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഖുലാസത്തുൽ ഹിസാബിൻ്റെ മുസന്നിഫ്. ഖുലാസത്തുൽ ഹിസാബിൻ്റെ മുസന്നിഫ് ആരായിരുന്നു? ബഹാഹുദ്ദീൻ ആമുലി. ബഹാഹുദ്ദീൻ ആമുലിയാണ് മുസന്നിഫ്. അടുത്തതാരാണ്? അഹമ്മദ് ബിൻ ഹാജരിൽ ഹൈത്തമി. ഹാജരിൽ ഹൈത്തമി എന്താണ്? തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ മുഅല്ലിഫ്. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ മുഅല്ലിഫ് അഹമ്മദുൽ ഹാജരിൽ ഹൈത്തമി. അപ്പം മലയാളത്തിലുള്ള വായനയിൽ മിസ്റ്റേക്ക് വന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് പാഠഭാഗം ഹർക്കത്തൊക്കെ ഉള്ളതൊക്കെ പാഠബുക്ക് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഇതിൽ നിന്നുള്ളത് വായിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണ് ശ്രദ്ധിക്കണം. അടുത്തത് എന്താണ്? ഇബ്രാഹിമുൽ ലക്കാനി.
ജൗഹറത്തു തൗഹീദ് ജൗഹറത്തു തൗഹീദ് എഴുതിയ ഇബ്രാഹിമുൽ ലഖാനി മനസ്സിലാക്കുക. അസ്സീറത്തുൽ ഹലവിയ്യ അസ്സീറത്തുൽ ഹലവിയ്യ രചിച്ച നൂറുദ്ദീൻ ഹലബി സീറത്തുൽ ഹലവിയ രചിച്ച നൂറുദ്ദീൻ ഹലബി. അതൊക്കെ പാഠഭാഗത്ത് നോക്കിയിട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. 1924 ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു. ഖിലാഫത്ത് എന്ന പൊതു നേതൃത്വം അവസാനിച്ചത് എന്ന് ചോദ്യം വരാറുണ്ട്. 1924 24 അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗം നന്നായി പഠിക്കുക. 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. ഉസ്മാനിയ ഭരണകാലത്തെക്കുറിച്ചിട്ടും ഭരണകാലത്തെ നേട്ടങ്ങൾ, ഖിലാഫത്തിൻ്റെ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് 11ാമത്തെ പാഠഭാഗത്ത് വന്ന നോട്ട്സ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.